പക്ഷെ ഉണ്ട് എന്ന് വന്നപ്പോൾ ഇപ്പൊ അവരാണ് അതിന്റെ ഹോൾസെയിൽ ഡീലർമാർ. സുന്നികൾ ഞങ്ങളാണ് എന്നാൽ ആവട്ടെ, അൽഹംദുലില്ലാഹ്. ഇനി അതിന്റെ പുറകിൽ നമ്മൾ ഹദീസ് തെളിയിക്കാൻ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഉണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് സത്യം, അത് മാത്രമേ സ്വർഗത്തിലുള്ളൂ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതല്ലാത്തതൊക്കെ പുതിയ പാർട്ടികളാണ്. പുതിയ പാർട്ടികളാക്കുമ്പോൾ ആ 72 പാർട്ടികളും നരകത്തിലാണ്. നരകത്തിൽ കിടക്കാൻ നമ്മളാരോ താല്പര്യപ്പെടൂ? നമ്മുടെ കുടുംബം നരകത്തിൽ കിടക്കാൻ നമ്മളാരോ ഇഷ്ടപ്പെടൂ? ഇല്ല. എങ്കിൽ ഏതാണ് പുതിയ പാർട്ടിയെന്നും ഏതാണ് പഴയത് എന്നും സ്വാഭാവികമായി മനസ്സിലാക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിൽ ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അവർ തുറന്ന ഭാഷയിൽ തന്നെ പറയുന്നു, ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ മാക്സിമം സനദ് അത് ചെന്നെത്തിയാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വരെ എത്തും. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഈ അടുത്ത് മരണപ്പെട്ട ഇമാം നാസറുദ്ദീൻ അൽബാനി അവരുടെ ഭാഷയിൽ. കേരളത്തിൽ ഞങ്ങളെ കണക്ഷൻ പരിശോധിച്ചാൽ വക്കം മൗലവി, കെ എം മൗലവി. ഈ തല ഇങ്ങേയറ്റം പരിശോധിച്ചാൽ ഈ അടുത്ത് മരിച്ചുപോയ കെ ഉമർ മൗലവി. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് എത്തുന്നില്ല, സ്വർഗത്തിലേക്ക് എത്തുന്ന പാർട്ടിയല്ല, അത് പുതിയതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയുള്ളത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അവരെയും കൂടെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് തബ്ലീഗിലേക്ക് ഞാൻ കടക്കും. അതുകൊണ്ട് ഈ മുജാഹിദിന്റെ ഈ സനദ് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. ആമുഖമായി സാധാരണ ഞാൻ ഒരുപാട് വിഷയങ്ങൾ പറയാറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം അത് പുതിയ പാർട്ടിയാണ്, അത് പഴച്ച കക്ഷിയാണ് എന്ന് മനസ്സിലാക്കാൻ അവരുടെ തന്നെ തെളിവുകൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. സക്കരിയ സ്വലാഹി അവരുടെ നേതൃത്വത്തെ കുറിച്ച് പറഞ്ഞു കേട്ടോളൂ. സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന കെ എം മൗലവി മുതൽ കെ പി മുഹമ്മദ് അലി, ഉമർ മൗലവി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന കെ എം മൗലവി മുതൽ കെ പി മുഹമ്മദ് അലി, ഉമർ മൗലവി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ? സക്കരിയ സ്വലാഹി, ഡോക്ടർ സക്കരിയ സ്വലാഹി, ഇസ്ലാഹി പ്രസ്ഥാനം എന്നവർ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാവ്. അദ്ദേഹം തുറന്ന് സത്യം പറയുന്നു. അങ്ങേയറ്റം പോയാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, സലഫി പണ്ഡിതന്മാർ, ഈ അടുത്ത മരിച്ച നാസറുദ്ദീൻ അൽബാനി, പിന്നെ പറഞ്ഞു കെ എം മൗലവി, വക്കം മൗലവി, ശേഷം പറഞ്ഞു ഈ അടുത്ത് മരണപ്പെട്ടുപോയ കെ ഉമർ മൗലവി. അപ്പൊ അവരുടെ സനദ് അല്ലെങ്കിൽ അവരുടെ ഈ കണക്ഷൻ ഇങ്ങനെ പോയാൽ ഏകദേശം ഒരു പള്ളിയിലെ അതിന്റെ യാത്ര മോഡലാകും. കാലത്ത് മദ്രസ വിട്ടുകൊണ്ട് ബസ് കയറിപ്പോയാൽ അധികം ദൂരത്തേക്ക് പോകൂല. കാരണം ദുഹൂർബാഗ് കൊടുക്കുമ്പോഴേക്ക് തിരിച്ചെത്തണം, ഇല്ലെങ്കിൽ കമ്മിറ്റി സ്ട്രോങ് ആവും, ഉറപ്പാ. ആ നിസ്കാരം കഴിഞ്ഞ് അടുത്ത് പോകുമ്പോഴേക്കോ വീണ്ടും അടുത്ത നിസ്കാരമായി. കാരണം ഇമാമ് പള്ളിയിലില്ലെങ്കിൽ നിസ്കരിക്കാൻ വരുന്നവരെ അറിയൂ. മുഅദ്ദിനെങ്ങാനും ലീവായാൽ നാട്ടുകാർ മൊത്തത്തിൽ അറിയും, സ്വാഭാവികമായും. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഈ പോക്ക്, ഈ കണക്ഷൻ മാക്സിമമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയിപ്പോ അവരെ പുറകിൽ നമ്മൾ കൂടേണ്ട ആവശ്യമല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഇല്ലാത്തത് കൊണ്ട് രണ്ടാമത് നമ്മൾ ചാൻസ് കൊടുക്കിയ ജമാഅത്ത് ഇസ്ലാമി സുഹൃത്തുക്കൾക്കാണ്. അവരും കേൾക്കാൻ വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പൊ തീരെ അവരെ പരിഗണിക്കാതെ പോയാൽ, നേരത്തെ സി കെ ഉസ്താദ് പറഞ്ഞത് എന്നോട് വല്ല വിദ്വേഷം തോന്നിയെങ്കിലും അതുകൊണ്ട് 1-2 ചാൻസ് അവർക്കും ഞാൻ സ്ക്രീനിൽ കൊടുക്കുകയാണ്. അതിന്റെ നേതാവ് പി കെ അബ്ദുള്ള സാഹിബ്, സീനിയർ നേതാവാണ്, ഇത്തിരി പ്രായം കാണും. അദ്ദേഹം വെട്ടി തുറന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താ? ജമാഅത്ത് ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനമാണ് എന്ന് ഒരു ആരോപണമായി ചിലരൊക്കെ പറയാറുണ്ട്. ആരോപണമായിട്ടല്ല, ഞാനത് വസ്തുതയായി അംഗീകരിക്കുന്നു. അതൊരു പുത്തൻ പ്രസ്ഥാനം തന്നെ. അത് തുറന്നങ്ങോട്ട് അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ. ഒന്ന് ചെറുതായി പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഒന്നാമതായി, പ്രതിയോഗികളുടെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർകക്ഷിയായിട്ട് കാണുന്ന മുസ്ലിം സമുദായത്തിലെ ചില കക്ഷികളുടെ ഒരു ആരോപണം ഞാൻ ഉദ്ധരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം അഥവാ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ ഒരു പ്രസ്ഥാനം. ഇത് ഒരു ആരോപണമായിട്ടാണ്
ഉന്നയിക്കുന്നതെങ്കിലും ഞാനിത് ഒരു വസ്തുതയായി അംഗീകരിക്കുകയാണ്. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി ഒരു പുത്തൻ പ്രസ്ഥാനം. ഇനി അത് മോർച്ചറിയിലേക്ക് മാറ്റാലോ? അവിടെ വെന്റിലേറ്റർ കൊടുത്തുകൊണ്ട് ഇനിയും ഒന്ന് പരീക്ഷണത്തിൽ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ ഔദ്യോഗിക നേതാവ് വെട്ടിത്തുറന്ന് തന്നെ പറഞ്ഞു അത് പുത്തൻ പ്രസ്ഥാനമാണ്. നമ്മൾ ചില ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, സുന്നികൾ അങ്ങനെ പറയും. ഇയാൾ മാന്യനായതുകൊണ്ട് സപ്ലയറെ പതിയെ വിളിച്ചിട്ട് പറഞ്ഞിടോ ഇത് ഇന്നലത്തെ ചോറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉടനെ സപ്ലയർ പറഞ്ഞു നിങ്ങൾക്ക് സംശയ എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതുപോലെ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പുത്തൻ പ്രസ്ഥാനമാണ് എന്നത് ഒരു ആക്ഷേപമായിട്ടാണ് പലരും പറയാറുള്ളത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആരോപണമല്ല, അംഗീകരിക്കുന്നു, അത് പുത്തൻ പ്രസ്ഥാനം തന്നെ. ഇനി തൽക്കാലം നമുക്ക് അതിന്റെ പുറകിൽ കൂടേണ്ട ആവശ്യമില്ലല്ലോ. ഇനി മൂന്നാമതുള്ളത് തബ്ലീഗ് ജമാഅത്താണ്. അതങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ ഇല്ലേ, എല്ലാം ഇൻഷാ അല്ലാഹ് ക്ലിപ്പിങ്ങുകളും കിതാബുകളും ഒക്കെയായി ചർച്ചകൾ നടക്കും. പക്ഷെ നിഷ്പക്ഷമായി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ആ തബ്ലീഗ് ജമാഅത്ത് അത് ഉണ്ടാക്കിയ അതിന്റെ നേതാവ് ജനാബ് ഷാഖ് മുഹമ്മദ് ഇല്യാസ് കാന്തലവി അവർകൾ, അദ്ദേഹമാണ് ഉണ്ടാക്കിയത് എന്ന് ഞാൻ പറഞ്ഞാൽ ടി.കെ. സാഹിബ് പറഞ്ഞ പോലെ ആരോപണമായെങ്കിലോ എങ്കിൽ അതിന് തെളിവ് വേണം. കാരണം കഷായം കുടിക്കുമ്പോൾ മേമ്പടി വേണമെന്നാണ് മസാല, അത് പുറത്തേക്ക് ഛർദിക്കാതിരിക്കാൻ. അതുകൊണ്ടാണ് രേഖകൾ ഞാനിങ്ങനെ ഇടക്കിടക്ക് കാണിക്കുന്നത്. ആരെയും ദേഷ്യപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല. എന്താണ് തബ്ലീഗ് എന്നറിയാതെ കുടുങ്ങിയ ആളുകൾക്ക് രക്ഷപ്പെട്ടുകൊണ്ട് പരലോകം ഒന്ന് സുഗമമാക്കാൻ വേണ്ടിയാണ്. എന്റെ കയ്യിലുള്ള ഈ പത്രം ഇത് അർ-റായിദ് എന്ന് പറയുന്ന പത്രമാണ്. ഇത് ജനാബ് അബു ഹസൻ അലി നദ്വി സാഹിബിന്റെ ഒരു ലേഖനം. ഞാൻ പരസ്പരത്തും നദ്വി സാഹിബ് ഇവരംഗീകരിക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മറ്റു ചില തെളിവുകളൊക്കെ ഉദ്ധരിക്കാറുണ്ട്. ഇവിടെ ഏതായാലും അൽഹംദുലില്ലാഹ് കറി അത് ഒഴിഞ്ഞു പോയത് ചോറ്റിലേക്കായി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്നപ്പോൾ കിട്ടിയ പുസ്തകം അതിന് നല്ല തെളിവായി പോയി. പുസ്തകത്തെ പറ്റി ഞാൻ പിന്നീട് ഇൻഷാ അല്ലാഹ് പറയും. നസീഹത്തുൽ മുസ്ലിമീൻ മൗലാന ഖുർറം അലി റ എന്നതാണ് പുസ്തകത്തിന്റെ പേര്. വിവർത്തനം മുഹമ്മദ് സുഹൈൽ ഹസനിയ, പ്രസിദ്ധീകരണം സയ്യിദ് ഹസനി അക്കാദമി, ദാറുൽ ഉലൂം ഇസ്ലാമിയ, ഓച്ചിറ, കൊല്ലം, കേരള. ഇത് നിങ്ങളുടെ നാട്ടിലെ ഗ്രന്ഥമാണ്. ഇന്ന് വന്നപ്പോ എന്റെ കയ്യിൽ കിട്ടിയതാണ്. ഈ ഗ്രന്ഥം മറിച്ച് ഞാൻ ഒന്ന് വായിച്ചപ്പോൾ വൈദ്യരെ കാട് വെട്ടാൻ ഏൽപ്പിച്ച ചുരുങ്ങിയത് 3 മരുന്ന് എന്ന് പറഞ്ഞതുപോലെ ഇത് നോക്കുമ്പോഴേക്ക് മൂന്നാമത്തെ പേജിൽ തന്നെ അവതാരിക എഴുതിയിരിക്കുന്നത് മൗലാന സീദ് അബുൽ ഹസൻ അലി നദ്വിയാണ്. അപ്പൊ ഇനിയിപ്പോ കൂടുതലൊന്നും തെളിവുകൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഗ്രന്ഥം ഒരാൾ ഇറക്കുമ്പോ അവതാരിക എഴുതിക്കാറുള്ളത് അയാളെക്കാൾ ടോപ്പ് അംഗീകൃത നേതാവിനെ കൊണ്ടാണ്. അങ്ങനെയാണ് CK ഉസ്താദ് പുസ്തകം എഴുതുമ്പോ 10 പിരിയത്തെ കൊണ്ട് അവതാരിക എഴുതിക്കൂല. അതേസമയത്ത് CK ഉസ്താദിനേക്കാൾ വലിയ ആളുകൾ ആരാ നോക്കും. എന്നിട്ട് അവരുടെ അവതാരികയോട് കൂടെയാണ് കാര്യങ്ങൾ പുറത്തിറങ്ങുന്നത്. ഈ അബൂ ഹസൻ അലി നദ്വി അദ്ദേഹത്തെ ഞങ്ങൾ അറിയില്ല എന്ന് നാളെ തബ്ലീഗ് ജമാഅത്തുകാർ പറയാതിരിക്കാനാണ് മേമ്പൊടി ഞാൻ ആദ്യം തിന്നത്. ഇനി കഷയത്തിലേക്ക് കിടക്കാം. ഇത് അദ്ദേഹത്തിന്റെ ലേഖനമാണ്. ഈ ലേഖനത്തിൽ എഴുതുന്നത് ജമാഅത്തു ദഅവത്തി വ തബ്ലീഗ്. ഇതിൽ പറയുന്നു ഇന്ന ജമാഅത്ത് الدعوة والتبليغ التي أنشأها الشيخ الداعي الجليل الشيخ محمد إلياس الكاندلوي. ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം സുന്നി പ്രസ്ഥാനം വേറെ, മുജാഹിദ് പ്രസ്ഥാനം വേറെ, ജമാഅത്ത് ഇസ്ലാമി പ്രസ്ഥാനം വേറെ, തബ്ലീഗ് പ്രസ്ഥാനം വേറെ. ഈ തബ്ലീഗ് പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഞാനിവിടെ വായിക്കുന്നത് ഇങ്ങനെ